ചുമ വന്നിട്ട് മാറുന്നില്ല, ചുമ ഒരുപാട് കൂടുന്നു, TB എന്ന രോഗവും കൂടുന്നു. TB നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് പൾമനോളജിസ്റ്റ് ഡോക്ടർ ആൻ മേരി ജേക്കബ്, SUT ഹോസ്പിറ്റൽ, പട്ടം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, TB നിർമ്മാർജ്ജനം ചെയ്തു എന്നൊരു വാർത്തയാണ് നമ്മൾ പണ്ടൊക്കെ കേട്ടോണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നു TB നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ല എന്ന്. എന്താണ് സത്യം, എന്താണ് ശരി? നമ്മൾ TB നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് NTB സ്ട്രാറ്റജി, അതായത് TB നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സ്ട്രാറ്റജിയിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. പക്ഷേ നമ്മളിപ്പം സ്മോൾ പോക്സ് നിർമ്മാർജ്ജനം ചെയ്തതുപോലെ TB നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ല. ഇപ്പോഴും നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് TB കേസസ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അത് റെയർ ആയിട്ടാണോ അതോ? അല്ല, കോമൺ ആയിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പണ്ട് ലങ്സിൽ ശ്വാസകോശ TB ആയിരുന്നു കൂടുതലെങ്കിൽ ഇപ്പം വേറെ എക്സ്ട്രാ പൾമണറി എന്ന് പറയും, അതായത് ശ്വാസകോശം വിട്ടുള്ള TBകൾ, കഴല വീക്കങ്ങൾ അല്ലെങ്കിൽ അബ്ഡോമിനൽ TB, അങ്ങനത്തെ കേസസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ ഈ ലങ്സിലെ TB അല്ല ഇപ്പോൾ കണ്ടുവരുന്നത്, വേറെ രീതിയിലാണ് അല്ലേ? രണ്ടുമുണ്ട്. പണ്ട് നമുക്ക് ഒരു കാലത്ത് ലങ്സിലെ TB ആയിരുന്നെങ്കിൽ കൂടുതലെങ്കിൽ ഇപ്പോൾ എക്സ്ട്രാ പൾമണറി ആണ്. നമ്മൾ കുറച്ചും കൂടെ ലങ്സിലെ TB ഇല്ല എന്നല്ല, അതുകൊണ്ട് അതോടൊപ്പം തന്നെ എക്സ്ട്രാ പൾമണറി കൂടുതലായിട്ട് നമ്മൾ കാണാറ്. എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഈ TB കൂടാനുള്ള കാരണം എന്തുകൊണ്ടായിരിക്കും? TB എന്ന് പറയുന്ന അണു നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് TBയുടെ ഒരു വൺ ഓഫ് ദ പ്രിവലൻസ് കൂടുതലുള്ള ഒരു കൺട്രി തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഒരു ടൈമിൽ TB ഇൻഫെക്റ്റഡ് ആയിരുന്നിരിക്കാം, TB ബാസിലെ. പക്ഷെ നമുക്ക് ആർക്കും അസുഖം വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒരു ലേറ്റൻ TB, അതായത് TB അണു നമ്മുടെ ഉള്ളിലുണ്ട്, എന്നാൽ നമുക്കതൊരു അസുഖത്തിലേക്ക് പോയിട്ടില്ല. പക്ഷെ നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്ന അവസ്ഥ വരുന്നു. ഇപ്പോൾ ഷുഗർ വരുന്നു, അല്ലെങ്കിൽ സ്റ്റീറോയിഡ് മരുന്ന് എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ കീമോതെറാപ്പി എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസ്, അങ്ങനത്തെയൊക്കെ നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഇത് നമുക്ക് പുറത്തോട്ട് അറിയപ്പെടും. ഈ TB വരുന്നത് ഇപ്പോൾ കൂടുതലും യങ്സ്റ്റേഴ്സിലാണോ അതോ ഓൾഡർ ആയിട്ടുള്ള ആൾക്കാരിലാണോ? കൂടുതൽ ഏജ് ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ്? എല്ലായിടത്തും വരുന്നുണ്ട്. നമുക്ക് കൂടുതലും എൽഡർലിയിലായിരിക്കും, കൂടുതലും പ്രായം ഉള്ളവർക്കായിരിക്കും കൂടുതലും. ഏജ്, ഇമ്മ്യൂണിറ്റി പവറിൻ്റെ ഇതും ഓൾറെഡി നമ്മുടെ ഇപ്പോൾ എങ്ങനെയായിരിക്കും ഇത് വരുന്നത്? ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ TBയുടെ ചെറിയൊരു അണുക്കൾ ഉണ്ടായിരിക്കും എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണമായിരിക്കുമോ? എങ്ങനെയാണ് ഇത് വീണ്ടും ഉണ്ടാവാനുള്ള ചാൻസ് എന്തുകൊണ്ടായിരിക്കും? എല്ലാം ഇത് എയർബോൺ, അതായത് ഡ്രോപ്ലെറ്റ് സ്പ്രെഡ്. നമ്മൾ നമ്മൾ എയർബോൺ സ്പ്രെഡ് എന്ന് പറയില്ലേ, നമ്മൾ ചുമയ്ക്കുക, ഒരാളിപ്പോൾ TB ഉള്ള ഒരാൾ ചുമയ്ക്കുമ്പോൾ അയാൾ പുറപ്പെടുവിക്കുന്ന TBയുടെ അണുക്കൾ മറ്റൊരാൾ ശ്വസിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്. ഡോക്ടറെ, ഇതെങ്ങനെ മാറ്റിയെടുക്കാം? നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വഴികളുണ്ടോ? എന്നുവെച്ചാൽ നമുക്ക് TBയുടെ മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമുക്ക് ഗവൺമെൻറ്റിൽ നമുക്ക് മരുന്ന് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് TBയുടെ ഡോസിംഗ് എന്ന് പറയുന്നത് വെയിറ്റ് ബാൻഡ് വെച്ചിട്ട്, അതായത് നമ്മൾ വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ മരുന്നിൻ്റെ ഡോസ് തീരുമാനിക്കുന്നത്. ഇപ്പം 70 കിലോ ഉള്ള ഒരാളുടെ വെയിറ്റ് ബാൻഡ് എത്ര മരുന്ന് കഴിക്കുന്നു എന്നുള്ളതല്ല 35 കിലോ ഉള്ള ഒരാൾ കഴിക്കുന്നത്. അപ്പം വെയിറ്റ് ബാൻഡ് അനുസരിച്ച് നമ്മൾ മരുന്ന് കൊടുക്കുന്നു. യൂഷ്വലി 6 മന്ത്സിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ചില കേസസിൽ നമ്മൾ 9 to 12 മന്ത്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. നമുക്ക് ഈ TB പൂർണ്ണമായി മാറ്റാൻ പറ്റുമോ? പൂർണ്ണമായി മാറ്റാമെന്നല്ല, ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്താൽ, അതായത് 6 മാസത്തെ ചികിത്സ എടുത്താൽ അത് നമുക്ക് അത് TB ഇല്ലാതാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഇപ്പോൾ TB വന്ന ഒരാൾക്ക് വീണ്ടും TB വരാനുള്ള സാധ്യത മറ്റൊരാളെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. പക്ഷെ അത് ട്രീറ്റ് ചെയ്ത് അത് ക്യൂർ ചെയ്യാവുന്ന കണ്ടീഷനാണ്. ഇപ്പം ലങ്സിൽ മാറ്റമല്ല, മറ്റ് അവയവങ്ങളിലേക്ക് TB മാറാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ ഈ സർജറി അങ്ങനെ പോലെയുള്ള ചികിത്സയിലേക്കൊക്കെ പോവേണ്ട ആവശ്യം വരാറുണ്ടോ? ഇല്ല, സർജിക്കലി നമ്മൾ യൂഷ്വലി TBക്ക് നമ്മൾ സർജിക്കലി പോകാറില്ല, അൺലെസ് ഇപ്പം നമുക്ക് ചില ഡെഫിനറ്റ് ഇൻഡിക്കേഷൻസ് വരുവാണെങ്കിൽ മാത്രം. ഇപ്പം വലിയ കഴല വരുന്നു, അതിൻ്റെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വരുന്നു, അങ്ങനെയുള്ള കേസസിൽ, അല്ലെങ്കിൽ നമുക്ക് നട്ടലിൻ്റെ TB വരുന്നു, അതനുബന്ധിച്ച് എന്തെങ്കിലും വരുന്നു, അങ്ങനെയൊക്കെ കേസസിൽ സർജറിക്ക് പോകും. അതല്ലാതെ നമ്മൾ എപ്പോഴും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് TBയുടെ മരുന്ന് തന്നെയാണ്. ചില റെയർ കണ്ടീഷൻസിൽ മാത്രമേ നമ്മൾ സർജിക്കലി അത് പോകാറുള്ളൂ. അപ്പോൾ TB വരാതിരിക്കാൻ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാൻ സാധിക്കും? ഒന്ന്, നമ്മൾ കണ്ടിട്ടുള്ളത് പലരും TBയുടെ മരുന്ന് കഴിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കാണും, പക്ഷെ പലരും അത് മറച്ചു വയ്ക്കും.
അതായത് ആ ഒരു സ്റ്റിഗ്മ പേടിച്ചിട്ടായിരിക്കാം, അപ്പോൾ അവരെ മാറ്റി നിർത്തും എന്നുള്ളത് വെച്ചിട്ടായിരിക്കാം പലരും ആ മരുന്ന് കഴിക്കുന്നെന്ന് പുറത്ത് പറയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അതൊന്ന് ആ സ്റ്റിഗ്മ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറണം. പിന്നെ അവർ ഇപ്പം നമ്മൾ TB ഞാൻ പറഞ്ഞില്ല അണുക്കളാണ്. ഇപ്പം നമ്മളൊരു ലങ്സിൽ TB ഉള്ള ഒരാൾ അയാൾ ചുമയ്ക്കുമ്പോഴാണ് അണുക്കൾ വെളിയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ നമ്മൾ പറയും 8ആയിട്ടൊരു ടവല് മടക്കി വാ മൂടി ചുമയ്ക്കണം എന്ന്. അതുപോലെ തന്നെ നമ്മൾ കഫമൊന്നും നമ്മൾ പരിസരത്ത് അങ്ങനെ തുപ്പാൻ പാടില്ല, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഏതൊരാൾക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് 2 ആഴ്ചയ്ക്ക് മുകളിലുള്ള ചുമ നിൽക്കുന്നു, അത് ഇമ്മ്യൂണിറ്റി പവർ മാത്രമല്ല ഏത് ചുമയും 2 ആഴ്ചയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ TB ടെസ്റ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ പ്രോട്ടോക്കോൾ പറയുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. നമുക്കൊരു TB ഉണ്ടെങ്കിലും നമ്മളത് മറച്ചു വെക്കാതെ ഉടനെ തന്നെ ഡോക്ടറിനെ പോയി കാണുക, മറ്റുള്ളവരെ അറിയിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രിക്കോഷൻസ് എല്ലാം എടുക്കുക. TBയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു ഡോക്ടർ ആൻമേരി ജേക്കബ് നമ്മളോടൊപ്പം സംസാരിച്ചത്. ഇനി മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.